ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ആന്റോണിയോ ഗ്രാംഷിയെ കുറിച്ചാണ്. അദ്ദേഹം 1891 ജനിക്കുകയും 1937 മരണപ്പെടുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു. അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നോക്കാം. ശേഷം അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളിലേക്ക് പോകാട്ടോ. സർദീനിയ, ഇറ്റാലിയിൽ ജനിച്ച ആന്റോണിയോ ഗ്രാംഷി പിതാവിന്റെ തടവിലാക്കൽ ഉൾപ്പെടെയുള്ള കുടുംബ പ്രയാസങ്ങൾ നേരിട്ടു. ഈ പ്രയാസങ്ങൾ അദ്ദേഹത്തിന്റെ ശാരീരിക വൈകല്യങ്ങൾക്ക് കാരണമായി കൂനിയ നടപ്പിന് വഴിവെച്ചു. ഈ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും 1911 ടൂറിൻ സർവകലാശാലയിൽ സ്കോളർഷിപ്പ് നേടി. അവിടെ ഇറ്റലിയിലെ ഗ്രാമീണ നഗര ജീവിത സാഹചര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിരീക്ഷിച്ചു. അതായത് അദ്ദേഹം എന്ന് പറയുമ്പോൾ വീട്ടിൽ ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള ജനിച്ച ഒരാളായിരുന്നു. ഇറ്റലിയിൽ സർദീനിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. 1891 ജനനം. അങ്ങനെ അദ്ദേഹം ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. വീട്ടുകാരൊക്കെ നല്ല ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തടവിലാക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീട്ടുകാരുള്ള മുഖേന കിട്ടിയ പ്രയാസങ്ങൾ കാരണം അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള വൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂനിയ രീതിയിൽ, അതായത് കുറച്ച് കുനിഞ്ഞ രീതിയിലുള്ള നടപ്പിനൊക്കെ ഇത് കാരണമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയും നെഗറ്റീവ്സ്, ഇത്രയും പ്രതികൂല സാഹചര്യം ആയിരുന്നു എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, പഠനത്തിൽ മികവ് കാണിക്കുകയും സ്കോളർഷിപ്പോടെ കൂടിയിട്ട് ടൂറിൻ സർവകലാശാലയിൽ ജോയിൻ ചെയ്യുകയും അവിടെയുള്ള ഇറ്റലിയിലെ ഗ്രാമീണ നഗര ജീവിത സാഹചര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ച് പഠന വിധേയമാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിനെ കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം. ഞാൻ ബാലൻസ് കൂടെ നോക്കാം. സർവകലാശാല കാലഘട്ടത്തിൽ ഗ്രാംഷി ഇറ്റാലിയിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി അലൈൻ ചെയ്യുകയും മാർക്സിയൻ ആശയങ്ങളിൽ അദ്ദേഹം താല്പര്യം വികസിപ്പിക്കുകയും ചെയ്തു. തൊഴിലാളി പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്ത അദ്ദേഹം 1921 ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. പിന്നീട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും ഇറ്റാലിയൻ പാർലമെന്റ് അംഗവുമായി മാറി. അപ്പൊ അത് ഒരു സാധാരണ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിൽ വന്ന മാറ്റങ്ങളും സർവകലാശാല ജോയിൻ ചെയ്ത ശേഷം വന്ന മാറ്റങ്ങളും അദ്ദേഹത്തിന് പാർട്ടിപരമായിട്ടുണ്ടായ ഇൻഫ്ലുവൻസ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇനി 1926 ഫാസിസത്തിന്റെ ഉയർച്ചയ്ക്കിടയിൽ ഗ്രാംഷി അറസ്റ്റ് ചെയ്യപ്പെട്ട് മരണം വരെ ജയിലിലായിരുന്നു. അതായത് 1926 എന്ത് ചെയ്തു, ഫാസിസത്തിന്റെ ഉയർച്ചയ്ക്കിടയിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയും മരണം വരെ പിന്നെ അദ്ദേഹം എവിടെയായിരുന്നു, ജയിലിലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു കാലയളവിൽ അദ്ദേഹം വ്യാപകമായി എഴുതി. അപ്പോൾ ജയിലിലാണല്ലോ, സോ ആ ഒരു സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് എഴുത്തുകൾ എഴുതുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രിസൺ നോട്ട് ബുക്കുകൾ രചിച്ചു. ഇത് ഹെഗേലിയൻ മാർക്സിസത്തിൽ ഗ്രാംഷിയെ ഒരു പ്രധാന വ്യക്തിത്വമാക്കി മാറ്റി. മോഡേൺ പ്രിൻസിസ് എന്ന മറ്റൊരു പ്രധാന കൃതിയും അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക പൈതൃകത്തെ കൂട്ടിച്ചേർത്തു. അങ്ങനെ 2 ബുക്കുകൾ പ്രധാനമായിട്ട് ഒരു കാലയളവിൽ എഴുതി എന്നുള്ള രീതിയിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഒന്ന് എന്തായിരുന്നു, പ്രിസൺ നോട്ട് ബുക്കുകൾ എന്നായിരുന്നു പേര്. രണ്ടാമത്തെ എന്തായിരുന്നു, മോഡേൺ പ്രിൻസ്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ജേണി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ഓരോ ആശയങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആശയമാണ് ഹെജിമോണി കൺസെപ്റ്റ്, അഥവാ കൾച്ചറൽ ഹെജിമോണി എന്നൊക്കെ പറയും. ഈ ഹെജിമോണി എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഗ്രാംഷിയുടെ ശ്രദ്ധേയമായ സംഭാവനകളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഹെജിമണി എന്ന് പറയുന്ന ഒരു സങ്കല്പം മുതലാളിത്ത രാഷ്ട്രീയത്തെ കുറിച്ചുള്ള പരമ്പരാഗത മാർക്സിസ്റ്റ് കാഴ്ചപ്പാടുകളെ വെല്ലുവിളിച്ചു. രാഷ്ട്രം പ്രധാനമായും ബൂർഷ്വാസിയുടെ മാനേജിംഗ് കമ്മിറ്റിയായി പ്രവർത്തിക്കുന്നു എന്ന ആശയത്തിന് വിരുദ്ധമായി ഭരണവർഗം ബലം, സാമ്പത്തിക ശക്തി, ഭരിക്കപ്പെടുന്നവരുടെ സമ്മതം എന്നിവയുടെ സംയോജനത്തിലൂടെ നിയന്ത്രണം നിലനിർത്തുന്നു എന്ന് ഗ്രാംഷി വാദിച്ചു. ഗ്രാംഷിയുടെ അഭിപ്രായത്തിൽ ഹെജിമോണി എന്ന നിർബന്ധത്തെക്കാൾ കൂടുതലാണ്. ഇത് ഭരണവർഗത്തിന്റെ മൂല്യങ്ങളും വിശ്വാസങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള കഴിവിനെ ഉൾക്കൊള്ളുന്നു. വിവിധ സമൂഹവൽക്കരണ പ്രക്രിയയിൽ ഉപയോഗിച്ച് സമൂഹത്തിൽ അവരുടെ സംസ്കാരം സൂക്ഷ്മമായി അടിച്ചേൽപ്പിക്കുന്നു. ഈ ഒരു കാഴ്ചപ്പാടിൽ സാംസ്കാരിക ഹെജിമോണി ഭരണവർഗത്തിന്റെ അധികാരത്തെ അടിത്തറയാണ്. ഭരണവർഗം അവരുടെ സങ്കുചിത താല്പര്യങ്ങൾക്കായി മാത്രമല്ല പ്രവർത്തിക്കുന്നതെന്ന് ഗ്രാംഷി കൂടുതൽ വാദിച്ചു. അവരുടെ ആധിപത്യം നിലനിർത്താൻ മറ്റ് സാമൂഹിക ഗ്രൂപ്പുകളായി സമരം സംഘടിപ്പിക്കുകയും സഖ്യങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇതൊരു ചരിത്രപരമായ ബ്ലോക്ക് രൂപീകരിക്കുന്നു. ഈ ഒരു തന്ത്രപരമായ സഹകരണം ഭരിക്കപ്പെടുന്നവരുടെ സമ്മതം നേടാൻ ഭരണവർഗത്തെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് സംഭവം എന്നൊരു ക്ലിയർ ആയിട്ടുണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെജിമോണി എന്നുള്ളതുകൊണ്ടും അല്ലെങ്കിൽ കൾച്ചറൽ ഹെജിമോണി എന്നൊക്കെ പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അദ്ദേഹം പറയുന്നത്
ഒരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിൽ എത്ര വിഭാഗമായിട്ടുണ്ടാവും? രണ്ട് വിഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഒന്ന് ഭരണം നടത്തുന്നവര്, ഒന്ന് ഭരിക്കപ്പെടുന്നവര്. ഇപ്പൊ ഈ ഭരണം നടത്തുന്ന വർഗം എന്തായിരിക്കും? സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ളവരായിരിക്കും. ഒരുപാട് കൾച്ചറൽ ആയിട്ടുള്ള മറ്റൊക്കെ ഡോമിനന്റ് ആയിട്ടുള്ളവരായിരിക്കും. ഭരിക്കപ്പെടുന്നവർ എന്ന സാധാരണ ജനങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ഈ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ ഭരണവർഗം അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള റീജിയനുള്ളവർ അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം, അവരുടെ രീതി നമ്മളിലേക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുകയും അതാണ് യഥാർത്ഥത്തിൽ നല്ലത് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതാണ് സമൂഹത്തിൽ സ്റ്റാൻഡേർഡ് എന്ന രീതിയിൽ നമ്മളെ തോന്നിക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുകയും, അപ്പം നമ്മൾ ഈ ഭരിക്കപ്പെടുന്ന നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർ ഇൻഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ അത് ഫോളോ ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു രീതിയിൽ സൊസൈറ്റി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു കൾച്ചറൽ ഹെജിമോണി അല്ലെങ്കിൽ ഹെജിമോണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഭാഗമാണ് എന്നാണ് ഗ്രാംഷി പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടല്ല നമ്മളെ സ്കൂളിൽ എന്തുണ്ടായിരുന്നു? ടൈ കെട്ടുമായിരുന്നോ? ഇല്ല അല്ലെ. കാരണം അതെന്താ? അമേരിക്ക പോലുള്ള US പോലെയുള്ള സ്കൂളുകളിലായിരുന്നു അത് കെട്ടുന്നത്. പക്ഷെ ഇപ്പൊ എന്താ? ടൈ കെട്ടി സ്കൂളിൽ കുട്ടികൾ പോകുമ്പോൾ അവൻ ഏതോ CBSE പഠിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് സ്കൂളിലാണ് പഠിക്കുന്നത് നമ്മൾ തന്നെ വിചാരിച്ചു പോകും. അപ്പൊ നമ്മളിലേക്ക് തന്നെ അത് ഇഞ്ചെക്ട് ചെയ്ത് വന്നു. സോഷ്യൽ മീഡിയയും മറ്റു വഴി നമ്മളിലേക്ക് എന്ത് ചെയ്തു? ടൈ കെട്ടി പോകുന്നത് ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കൾച്ചറാണ്. സാധാ യൂണിഫോം ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു യൂണിഫോമിനെക്കാട്ടി സ്റ്റാൻഡേർഡ് ആയ ഒരു യൂണിഫോമിനുണ്ട് എന്ന് നമ്മുടെ മൈൻഡിലേക്ക് ആ ഒരു കൺസെപ്റ്റ് എത്തിപ്പെട്ടു. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അതാണോ ശരിക്കും യാഥാർത്ഥ്യം? ടൈയിൽ എന്താണ് ഇരിക്കുന്നത്? ഒരു ടൈ കെട്ടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടി സ്റ്റാൻഡേർഡ് ആവുന്നത്? അല്ലല്ലോ. അത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കുന്നത് ഒരു ഹെജിമോണി എന്ന് പറയുന്ന ഒരു പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ഞാൻ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്ന ഭരണവർഗത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അവരുടെ താല്പര്യങ്ങളൊക്കെ നമ്മളിലേക്ക്, അതായത് നമ്മളെ പോലെയുള്ള ഭരിക്കപ്പെടുന്ന സാധാരണ ജനങ്ങളിലേക്ക് അവർ അടിച്ചമർത്തപ്പെടുന്നു അല്ലെങ്കിൽ നമ്മളിലേക്ക് പ്രാവർത്തികമാക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഈ ഒരു ആന്റോണിയോ ഗ്രാംഷി ഹെജിമോണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന കൺസെപ്റ്റ് ആയിരുന്നു ഇത് എന്ന് പറഞ്ഞത്.